ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബുക്ക് ഉണ്ടാക്കലാണ്. ഇതൊരു ഫ്ലോപ്പ് ബുക്ക് കഥയായിട്ടോ പറയാൻ പോകുന്നത്. ബുക്ക് കഥ എന്നല്ല, ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ ഫോണൊന്ന് നോക്കി, അപ്പോൾ നീനുഷാദിൻ്റെ വ്ളോഗ് ഞാൻ കണ്ടു, ബുക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കും ഉണ്ടാക്കണമെന്ന് തോന്നി. ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ബുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടുള്ള ആവശ്യ സാധനങ്ങൾ കത്രിക, പശ. ഞാനപ്പോൾ തന്നെ ഒന്ന് ക്യാമറ ഒന്ന് താഴത്തൊക്കെ ആക്കിയിട്ടുണ്ട്. കത്രിക വേണം. പിന്നെ എന്നും പറയുന്ന പോലെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അനിയൻ കത്രിക എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാമറ ഇങ്ങനെ ഓണാക്കി, പിന്നെ ക്യാമറ ഓണാക്കിക്കണല്ലോ എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ കത്രിക, പിന്നെ പശ. ഈ ഒരു പശ 5 രൂപേൻ്റെ ആട്ടോ. എനിക്ക് ഈ പശ കിട്ടിയിട്ടുള്ളൂ. ഫെവിക്കോളായിരുന്നു വേണ്ടത്. ഫെവിക്കോൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ബുക്ക് കിട്ടുമായിരുന്നു. പശ കിട്ടിയില്ല, പശ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ബുക്ക് എടുക്കുക. പഴയ ബുക്ക്, എൻ്റെ താത്താൻ്റെ ബുക്കാട്ടോ, 6ാം ക്ലാസ്സിലത്തെ. അന്ന് കൊറോണ ആയതുകൊണ്ട് തന്നെ പകുതി എഴുതിയിട്ടുള്ളൂ. പിന്നെ സ്കൂൾ പൂട്ടി, കൊറോണ ആയതുകൊണ്ട്. അങ്ങനെ അതാകുമ്പോൾ അത് പേജൊക്കെ എടുത്ത് കുറേ പേജ് എടുക്കണം. നല്ല കട്ടിക്കുള്ള നോട്ട്ബുക്ക് വേണമെങ്കിൽ കട്ടിക്ക് തന്നെ പേജ് എടുക്കണം. അതായത് നല്ല പേജ് എടുക്കണം. ഞാൻ 3 പേജ് അടുപ്പിച്ച് അങ്ങോട്ട് കീറുന്നുണ്ട്. അതൊന്നും പറ്റുന്നില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അത് കീറുക. എന്നിട്ട് അതൊന്ന് മടക്കി വെക്കുക. അതായത് ഈ സൈഡിൽ ഇപ്പം കാണിച്ചു തരാം. ഇങ്ങനെ മടക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ആരും ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയില്ല. ചിലപ്പോൾ ഒന്ന് നോക്കിക്കോളൂ, പറ്റുമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളത് മടക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. കട്ടിങ് സിമ്പിൾ, ഈസി. നടുവിൽ ആ കട്ടിങ് ആ മടക്കിയ ഭാഗത്തൊരു ലൈൻ ഉണ്ടാവും. അവിടെ കൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് അവിടെ വെക്കുക. എന്നിട്ട് കത്രിക എടുക്കുന്നു, വെട്ടണം. ഇപ്പോൾ ഇത്ര പേജസുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഇങ്ങനെ പിടിക്കുക. 3 എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ഒരു ലൈനിൽ കൂടെ നമുക്ക് വെട്ടുക. മെല്ലെ വെട്ടണം കേട്ടോ, സാവധാനം വെട്ടണം. ഇങ്ങനെ പറഞ്ഞ മാതിരി വെട്ടാൻ നിൽക്കണ്ട. ഞാനൊക്കെ പേടിച്ചിട്ടാണ് വെട്ടുന്നത്. കാരണം അഥവാ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞാൽ ആ ഭംഗിക്കുറവുണ്ടാവും. ആകെപ്പാടെ എന്തോ പോലെ ആവും. അതിനെ എല്ലാം കട്ട് ചെയ്തെടുക്കുക. എല്ലാം 3 ഈച്ച് എടുക്കുക, കട്ട് ചെയ്യുക. അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര പേപ്പർ എടുത്തെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. പിന്നെ ഞാൻ ലോങ് വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഷോർട്സ് ഇട്ടാൽ ചിലവർ എന്നോട് ചോദിക്കും, ചില കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, ലോങ് വീഡിയോ ഇട്ടൂടെ. അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഇപ്പം തന്നെ ഇടുന്നത്. ഷോർട്സ് കുറച്ചധികം നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടും കൂടിയാണ്. പിന്നെ നമ്മൾ അങ്ങനെ എല്ലതും കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്ത് പശ തേക്കുക. എൻ്റെ അടുത്ത് യെല്ലോ പശയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്ലോപ്പ് കഥയെന്ന് ഞാൻ പറഞ്ഞില്ലേ, സത്യം. അത് നമ്മളങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ അങ്ങനെ തുറക്കാനും മടക്കാനൊക്കെ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പറ്റുവെക്കാനും. പിന്നെ നമ്മളൊരു ബുക്കിൻ്റെ മേലെ വെച്ചിരുന്നു, അതുകൊണ്ട് അവിടെ അങ്ങനെ ഒട്ടി പിടിച്ചിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് നമ്മളവിടെ ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഉണ്ടായിരുന്നു, അത് നമ്മളെടുത്ത് അവിടെ ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പേപ്പർ പീസ് എടുക്കുക. ആ പേപ്പർ പീസ് എന്ത് ചെയ്യുക, അതിമൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു പീസ് നമ്മളെടുത്ത് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കട്ട് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്താൽ മതി. അങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മളിതാ ഈ ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവിടെ വെച്ചെടുത്താൽ തന്നെ അവിടെ ഒട്ടിക്കോളും. കാരണം സൈഡിലൊക്കെ പശ ഉണ്ടായിരുന്നല്ലോ, പിന്നെ അവിടെ ഒട്ടിക്കോളും. കൈമ കുറേ പശയായിരുന്നു, അതൊക്കെ ഇനി ഉരച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാണിപ്പോൾ ഫൈനൽ ലുക്ക്. അത്ര ഭംഗിയൊന്നുമില്ല. ഇനി നമുക്കൊരു ക്ലിപ്പ് വേണം.
ക്ലിപ്പീസ് ഈ തുണിയൊക്കെ ഉണക്കാടുമ്പോൾ ഒരു സംഭവം ഇടൂലേ, അതിൻ്റെ പേരെന്താണെന്നറിയില്ല, അത് വേണം. അത് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, ഉണ്ട് പക്ഷെ അത് കാണാനില്ല. മെയിൻ ഫ്ലോപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേജസുകൾ ഇങ്ങനെ പോരുണ്ടായിരുന്നു, അതാണ് ഫ്ലോപ്പ് എന്ന് പറയാനുള്ള കാരണം. പിന്നെ വേറെ കാരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഇതിനൊരു ക്ലിപ്പ് ഇടണം. ക്ലിപ്പീസ് നമ്മൾ മല ഇറുക്കിയിട്ടിട്ടാട്ടോ, ഇറുക്കി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇതെടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അതിമ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് വേണം. കാർഡ്ബോർഡ് ഈസ് നമ്മുടെ മീഷോ പെട്ടിയാണ് എടുത്തിട്ടുള്ളത്, കാരണം നമ്മുടെ ജേണൽ സെറ്റ് ഇല്ലേ, അതിലത്തെ ആ ഒരു കാർഡ്ബോർഡ് നമുക്ക് വേണം. പിന്നെ അതിൻ്റെ മുന്നേ നമ്മൾ പശ ഒന്ന് മൂടിയൊക്കെ ഉണ്ട്, പച്ച വെള്ളം മൈരിയാണ് പശ, അതുകൊണ്ട് തന്നെ ബെഡുമൊക്കെ ടേബിളുമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ പെട്ടി എടുത്ത് അളവിനനുസരിച്ച് കട്ട് ചെയ്യണം. അതിനായിട്ടൊരു ഇതെടുത്ത്, അതായത് ആദ്യം തന്നെ ബുക്ക് എടുക്കുക. അങ്ങനെ ബുക്കിൻ്റെ അളവ് അനുസരിച്ചാണ് നമുക്ക് വെട്ടേണ്ടത്. അങ്ങനെ നമ്മളത് അളവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടൊരു മാർക്കറായിട്ട് ഒന്ന് അളവെടുക്കണം, ഒന്ന് വരച്ചു കൊടുക്കണം എവിടെയൊക്കെയാണ് വെട്ടാതിരിക്കേണ്ടത്, അങ്ങനെയൊക്കെ അളവെടുക്കണം കേട്ടോ. നമ്മുടെ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്തിരുന്ന ഇൻഷാ എം മലപ്പുറം ആയിരുന്നു വിന്നർ. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഇട്ടിരുന്നു, ഇപ്പോൾ ഒരു ലോങ് വീഡിയോയിൽ പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ബുക്ക് വെക്കാം. പിന്നെ അളവ് എടുത്തതിന് ശേഷം കൃത്യമായിട്ട് തന്നെ വെട്ടണം, വെട്ടാതിരിക്കാൻ പാടില്ല. അളവ് എടുത്ത് നമ്മളുടെ രീതിയിൽ അളവെടുക്കാൻ പാടില്ല, വെച്ച് അത് കൃത്യമായിട്ട് അളവെടുത്ത് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ വളരെ മിനി നോട്ട്ബുക്കാണ് വേണമെങ്കിൽ ഈ ഒരു പേപ്പർ എടുത്ത് അങ്ങോട്ട് മടക്കുക, അതായത് നമ്മുടെ ഇപ്പോൾ ബുക്കാക്കിയില്ലേ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കുക. എന്നിട്ട് അതേ സെയിം മെത്തേഡ് കട്ട് ചെയ്യുക, പശ തേക്കുക, ഒരു പേപ്പർ വയ്ക്കുക. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, അതിന് മൊത്തം പശ തേക്കുക. അപ്പം തന്നെ നമ്മുടെ ഡെസ്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പശ പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാധനം കാണാനുണ്ടാവില്ല, കാരണം ഇത് നമ്മുടെ ഡെസ്കിൻ്റെ വൈറ്റ് ഡെസ്കല്ല, ഒരു നമ്മളുടെ ബ്ലൂ ഡെസ്ക്കാണ് കേട്ടോ. അത് വൈറ്റ് ഒരു ഇത് വെച്ചിട്ട് മറക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ ആ വൈറ്റ് കാണാനില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതെടുത്ത് വരിച്ചാണ്. എന്നാലും കുഴപ്പമില്ല. പിന്നെ കൈമ കുറേ പശയായി, അതൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കാർഡ്ബോർഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫ്ലോപ്പായിട്ടുള്ള കഥയും കൂടിയാണ് കേട്ടോ. പിന്നെ എക്സ്ട്രാ വേറെ ഇതില്ലേ അതും കൂടി അവിടെ ഒട്ടിച്ചു കൊടുക്കുക, എടുത്തൊട്ടിക്കരുത്. ഓക്കെ, നമ്മളങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ബുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, ഫസ്റ്റ് ടൈം ഈസ് ബുക്ക്. നമ്മൾ നേരെ അങ്ങനെ കണ്ട് ഒട്ടിച്ചിരുന്നു, ഇപ്പം നമ്മൾ ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതും ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പീസ് കാർഡ്ബോർഡ് എടുത്ത് വരാം. എന്നിട്ട് അതും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. പക്ഷെ നന്നായിട്ട് തേക്കണം കേട്ടോ. ഇത് പച്ച വെള്ളത്തിൻ്റെ മരത്ത് പശയുണ്ട് തന്നെ, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് അത് അതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ബിസ്മിയൊക്കെ ചൊല്ലിയിട്ടാട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഓക്കേ, പിന്നെ നമ്മുടെ ചാനലിൽ 78 സബ്സ്ക്രൈബേഴ്സുകളായിട്ടുണ്ട്. പിന്നെ ഓണത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാൻ മറക്കണ്ട. ഫാമിലി ഓണം, അത് ആരും കാണാൻ മറക്കണ്ട. പിന്നെ ഗിവ് അവേ വിന്നറിന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇങ്ങനെ ക്ലോസ് ചെയ്യാനും തുറക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു സംഭവം. ഇനി ബുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കണോ? ഓക്കെ, ബുക്ക് അവിടെ കറക്റ്റ് ഫിറ്റാണ്, അടിപൊളിയായിട്ട് തന്നെ ബുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കാർഡ്ബോർഡ് നമ്മൾ ഒട്ടിച്ച് വെച്ച സംഭവം ആ ഒരു ഏറ്റവും മുകളിലത്തെ സൈഡിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. പിന്നെ നടുവിൽ വന്നിട്ട് ഒരു കട്ട്, പിന്നെയും ഒരു കട്ടും കൂടി. എന്നിട്ട് പശ എടുക്കുക, കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത ഭാഗം അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുക.
അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അതേപോലെ അടിയിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ സൈഡും നമുക്ക് അതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ പശ തേക്കുക, എന്നിട്ട് നേരെ ഇവിടെ ഒട്ടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ സിമ്പിളായിട്ടുണ്ടാവും. ഇനി അതേപോലെ എല്ലാം ചെയ്തെടുക്കുക. എല്ലാം അങ്ങനെ അതേപോലെ മുകളിൽ ചെയ്ത പ്രോസസ്സ് തന്നെ എല്ലാം ചെയ്തെടുക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ സബ്സ്ക്രൈബേഴ്സിലായിട്ടുണ്ട് 78. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സന്തോഷം, അത്ര തന്നെ ഉള്ളൂ. 78 എന്നാലും എനിക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ എക്സസ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ പീസുകളും വെട്ടിക്കളയുക. അതായത് എക്സസ് ആയിട്ടുള്ള ബാക്കി ഏതെങ്കിലും എക്സസ് ആയിട്ടുള്ള പീസുകളുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യുക. ആ കത്രികയ്ക്ക് എത്ര പ്രായമുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കൊക്കെ അറിയാമെന്ന് നോക്കട്ടെ. എത്ര കൊല്ലമായി ആ കത്രിക യൂസ് ചെയ്തത് എന്നും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ അങ്ങനെ എല്ലാം ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മളങ്ങനെ എല്ലാം പശ തേച്ചങ്ങോട്ട് ഒട്ടിക്കാൻ. ഈ പശ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പശ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ലടോ, അതിൻ്റെ കളർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ക്യാമറയിൽ അത് നല്ല ഡാർക്ക് കളറായിട്ട് തോന്നും. പിന്നെ ഇത് പച്ചവെള്ളം മാതിരിയായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ കളിച്ച് നല്ല രസമാണ്. അങ്ങനെ നമ്മൾ എല്ലായിടത്തും പശ തേക്കുന്നുണ്ട്. എന്നിട്ട് അതങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സിമ്പിൾ പരിപാടിയാണോ എന്ന് ചോദിക്കാൻ സിമ്പിൾ തന്നെയാണ്. പക്ഷേ വീഡിയോയിൽ 16 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ തലേന്ന് തന്നെ എല്ലാം സെറ്റാക്കി വെച്ചാൽ, അതായത് കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കും ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒറ്റൊരു ദിവസം കൊണ്ട് ഈ ബുക്ക് ഉണ്ടാക്കി കൊടുത്തു. ഒറ്റ ദിവസം എന്ന് പറയുമ്പോൾ 3 മണിക്കൂറും 4 മിനിറ്റും. അയ്യ എന്തല്ലേ, ഇത്ര ഇതെടുത്തിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾക്കും കൂടി ഉണ്ടാക്കണമെങ്കിൽ പോയി വെയിറ്റിംഗ്. നിങ്ങളെന്താ ഉണ്ടാക്കും, ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോളി. നല്ല രസമാണ് ഉണ്ടാക്കാൻ. സംഭവങ്ങൾ പെട്ടെന്ന് തന്നെ തീരും. പക്ഷേ ഇത് ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയതെന്ന് എനിക്ക് തന്നെ സത്യം പറഞ്ഞ ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. മീഷോൻ്റെ പെട്ടി എടുക്കുന്നു, വെട്ടുന്നു, അളവെടുക്കുന്നു. കുറേ നേരം ഞാൻ ഒരു പെണ്ണ് തപ്പുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കിട്ടി. അതിന് തന്നെ ഒരു 1.5 മണിക്കൂറൊക്കെ ചിലവഴിക്കേണ്ടി വന്നു. പിന്നെ ഈ പശൻ്റെ അതൊക്കെ തീരെ പറ്റുന്നില്ല. എത്ര മാറ്റാൻ നോക്കിയിട്ട് നടക്കുന്ന പരിപാടിയില്ല. കാരണം എന്താണെന്നറിയൂ, ഈ പശയാണ് എനിക്ക് ഫെവിക്കോളായിരുന്നു വേണ്ടത്. പക്ഷേ ഈ ഒരു യെല്ലോ പശ ഇതിന് 5 രൂപയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു യെല്ലോ പശയാണ് അതിനുള്ള കാരണം. നമ്മൾ ഒട്ടിച്ചതാ ഇതുപോലെ വരും. കാരണം യെല്ലോ കളറാണ്. എപ്പോൾ വേണമെങ്കിലും യെല്ലോ ഇങ്ങോട്ട് പിടിക്കാം. അതുകൊണ്ട് ഫെവിക്കോളായിട്ട് ഇതുണ്ടാക്കാൻ ഞാൻ ഉപദേശിക്കുന്നു. കാരണം ഫെവിക്കോളായിട്ട് ആയിരിക്കും നല്ല രസം ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്കൊരു പേജ് എടുക്കാം. ഇതിൻ്റെ താത്താൻ്റെ 6ാം ക്ലാസ്സിലത്തെ ബുക്കാണ്. 6ാം ക്ലാസ് ഈസ് കൊറോണ ടൈം. അപ്പോൾ എൻ്റെ താത്ത പകുതി ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പകുതി എന്ന് പറയുമ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിരുന്നു അത് പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തതിന് ബുക്കായിരുന്നു. പിന്നെ സ്കൂൾ കിട്ടി, പിന്നെ 7ാം ക്ലാസ് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് ഇപ്പോൾ എനിക്കാണ്. അതുകൊണ്ട് പേജൊക്കെ കയറി ഇതിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ പേജൊക്കെ കയറിയെടുത്ത് ഇതാക്കുന്നത്. പിന്നെ ഒരു പേജ് എടുത്ത് ഇതിമ്മ അങ്ങോട്ട് ഒട്ടിച്ച് എന്നിട്ട് കട്ട് ചെയ്യുക. ഇപ്പോഴും അതിൻ്റെ വൃത്തികേട് പോയിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നവരോട് വൃത്തികേട് അപ്പം ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി പറയണേ, ഒരിക്കലും എൻ്റെ അടുത്തുള്ള യെല്ലോ പശ നിങ്ങൾ ബുക്ക് ഉണ്ടാക്കുന്നതിന് യൂസ് ചെയ്യരുത് പ്ലീസ്. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ബുക്ക് വൃത്തികേടാവും. ഒരു ഫ്ലോപ്പ് ബുക്കാണെന്ന് പറയാം. പിന്നെ നമ്മൾ ബാക്കി എക്സസ് ആയിട്ടുള്ള പീസസുകളൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളതൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ പോകണം. എപ്പോഴും അതിൻ്റെ വൃത്തികേടൊന്നും പോയിട്ടില്ല കേട്ടോ. കുറേ എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. അങ്ങനെയാണ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളിതാ
ബുക്ക് സെറ്റായെന്ന് നോക്കുകയാണ്. ജസ്റ്റ് നോക്കുന്നുള്ളൂ കേട്ടോ, കാരണം നമുക്ക് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ വീഡിയോ ഇടണം, നല്ലപോലെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടണം. ഞാൻ ഇനുഷാജിൻ്റെ വ്ളോഗൊക്കെ കാണുമ്പോൾ നന്നായിട്ട് തന്നെ അവർ ബുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊന്ന് മറിച്ചതേ ഉള്ളൂ, അപ്പം തന്നെ അതിൻ്റെ പേജ് ആയിട്ടുണ്ട്, സബാഷ് കറോ. ആ ഒരു ഡയലോഗ് അപ്പം മനസ്സിൽ വന്നെ. ഒരു വൃത്തിയില്ലാത്ത ബുക്ക് എന്ന് വേണം പറയാൻ ഗൈസ്. നല്ല വിഷമമുണ്ട്, കാരണം ഒരുപാട് പേജ് എടുത്തിട്ട് ഉണ്ടാക്കിയ സംഭവം. പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റാൻ പോവുക ഗൈസ്, അല്ലാതെ ഇപ്പോൾ ഒരു വഴിയില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ പേജസുകളെ. അപ്പോൾ ആരും ഈ ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരിക്കലും ഈ ബുക്ക് ഉണ്ടാക്കൽ ട്രൈ ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്തൊക്കെയോ പൊട്ടത്തരം ഞാൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ നമ്മളെല്ലാം പറിച്ചിട്ട് സംഭവം ഒക്കെ നമ്മൾ കാർഡ്ബോർഡൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.